ഫസ്റ്റ് ഡേ ആണ് കാലിക്കറ്റിലുള്ള. സോ ഞങ്ങളിത് ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. സോ സീ യു. നല്ല മഴയാണ് കേട്ടോ, പക്ഷെ ഇപ്പോഴും നല്ല ക്ലൈമറ്റ് ആണ്. മഴയ്ക്കൊന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്തോ നല്ലൊരു വൈബാണ് കേട്ടോ. വലിയ മഴയില്ല എന്നാ ചൂടുമില്ല. സേ ഹായ്. ഏടൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നാട്ടിൽ വന്നതിന് ശേഷം. അവൻ ഈ പച്ചപ്പും ഇതൊക്കെ കണ്ട് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ അവൻ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ. എല്ലാവരോടും നന്നായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ വല്ലാത്തൊരു സന്തോഷം കേട്ടോ. മഴയും കൂടെ ഉണ്ടെങ്കിൽ ഡബിൾ ഹാപ്പി. ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് കയറിയത്. വിശക്കുന്നുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ചട്ടിച്ചോറായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നാടൻ ഫുഡിനോടാണ് നാട്ടിൽ വന്നാൽ ഞങ്ങൾക്ക് താല്പര്യം. പിന്നെ ഏടനാണെങ്കിൽ അത്യാവശ്യം അലമ്പായിരുന്നു. അവൻ ഉറക്കൊന്നും ശരിയാവാത്തത് കൊണ്ട് കുറച്ച് വാശിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. അവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ തീരെ നിന്നില്ല. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് കല്യാൺ സിൽക്സിലേക്കായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഡ്രസ്സൊക്കെ മാറ്റേണ്ടി വന്നു. ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഏടൻ ഡ്രസ്സൊക്കെ അലമ്പാക്കി. എൻ്റെതല്ല കേട്ടോ, അജുവിൻ്റെ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ ജസ്റ്റ് കല്യാണിലേക്ക് വന്നേക്കാം. കല്യാണം ഞങ്ങൾക്ക് അധികം ടൈം എടുക്കേണ്ടി വന്നില്ല. എനിക്കുള്ളത് മാത്രമേ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തുള്ളൂ. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് ഹൈലൈറ്റിലേക്കായിരുന്നു കേട്ടോ. കല്യാണ കാര്യങ്ങൾ ഞങ്ങൾ സ്പീഡാക്കി ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയ മഴയുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ നേരെ അവിടുന്ന് ഹൈലൈറ്റിലേക്ക് പിടിച്ചു. ഇവിടെ വന്നപ്പോൾ സത്യം പറയാലോ, എനിക്ക് കല്യാണം പോയതിനേക്കാൾ കുറച്ചും കൂടെ സന്തോഷം കൂടി. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടത്തേക്കാളും ഒരുപാട് കളക്ഷൻ എനിക്ക് ഇവിടെ ഉള്ള പോലെ തോന്നിട്ടോ. പിന്നെ എല്ലാം ഒരു ഇതിൻ്റെ അകത്ത് കിട്ടുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഹാപ്പി ആണല്ലോ. ലൈറ്റ് കളർ കേട്ടോ. നീ ആ ഡാർക്ക് റെഡ് നീ യൂസ് ചെയ്യാം. ആ ഡാർക്ക് റെഡ് ഇതെടുത്താൽ ഞാൻ ഓക്കെ ആണോ വെച്ചില്ല. എടുക്കാണോ? എടുത്തോ എടുത്തോ എടുത്തോ. അവിടെ അവിടെ ഇട്ടേനെ മോള് ഇട്ടതാ. ആ താഴത്തെ വരുന്നത്. ആ അല്ലേ, അതിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് കളറല്ലേ വരുന്നത് അല്ലേ? തോന്നിയ ഓക്കെ ഓക്കെ. കിട്ടി. ഹാപ്പി. പേരെന്താ ബ്രോ? താങ്ക് യു. അജയ്. ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോൾ താഴെ പോപ്കോൺ കണ്ടു. ഞങ്ങൾ എപ്പോഴും കഴിക്കാറുണ്ടായിരുന്നതല്ലാത്ത അവിടെ വേറൊരു ഫ്ലേവർ കണ്ടു, ടാഞ്ചി ടൊമാറ്റോ. ഇത് ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ട്രൈ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സത്യം പറയാലോ, കൊള്ളായിരുന്നു. ഒരു വെറൈറ്റി ആയിരുന്നു. കുഴപ്പമില്ലാത്തൊരു ഫ്ലേവർ. ഹായ്. നല്ല വെയിലുണ്ട് കേട്ടോ. ഇപ്പോൾ മഴയൊന്നുമില്ല. ഞങ്ങൾ ഹൈലൈറ്റ് മള്ള പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പോഴും ടൗണിൽ തന്നെയാണ് ഉള്ളത്. നല്ലൊരു ക്ലൈമറ്റ് കിട്ടും. അപ്പോൾ മഴയൊക്കെ പോയി നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഇപ്പം സമയം ഏകദേശം 5 മണി. ഞങ്ങളൊരു 11:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ നേരെ വീട് പിടിക്കണം. ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ 1 hour കൊണ്ട് എത്തും അല്ലേ? എങ്ങനെ വിചാരിച്ചത്ര ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല. മഴയാണെങ്കിൽ തീരെയില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചു പോക്ക് ഞങ്ങൾക്ക് നല്ല സ്മൂത്തായിരുന്നു. ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. വന്നതിനേക്കാൾ കുറച്ചും കൂടി സ്പീഡായി തിരിച്ചു പോക്കെന്ന് വേണം പറയാൻ. പോകുമ്പോൾ ഞങ്ങൾ ബാലുശ്ശേരി ഒന്ന് നിർത്തി. ബാലുശ്ശേരിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. എൻ്റെ സ്കൂൾ ടൈം തൊട്ട് ഞാൻ അജുവിനെ കണ്ടത് മുതൽ എല്ലാ കാര്യങ്ങളും ബാലുശ്ശേരിയായിട്ട് കണക്റ്റഡ് ആണ്.
ഞങ്ങളധികവും ഇവിടെ നിന്നായിരുന്നു കണ്ടുമുട്ടാറ്. പിന്നെ ഞാൻ വർക്ക് ചെയ്തത് ഇവിടെയുള്ള താലൂക്ക് ഹോസ്പിറ്റലായിരുന്നു. മുഴുവനല്ല കേട്ടോ, കുറച്ച് കാലം. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു.